ടി20 ലോകകപ്പിൽ ഇത്തവണ ഇന്ത്യൻ ടീമിലെ സ്ഥാനത്തിന് വേണ്ടി മത്സരരംഗത്തുണ്ടായിരുന്ന താരങ്ങളിൽ ഒരാളാണ് കെ.എൽ. രാഹുൽ. എന്നാൽ ഐ.പി.എല്ലിൽ പ്രതീക്ഷയ്ക്കൊത്ത ബാറ്റിംഗ് പ്രകടനങ്ങൾ നടത്താൻ കഴിയാതെ പോയപ്പോൾ അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്ത് ഋഷഭ് പന്തും മലയാളി താരമായ സഞ്ജു സാംസണും ലോകകപ്പ് ടിക്കറ്റ് സ്വന്തമാക്കി. എന്നാൽ ഐ.പി.എല്ലിലെ പ്രകടനം മാത്രം വിലയിരുത്തി രാഹുലിനെ വേണ്ടെന്ന് വെച്ചത് ഇന്ത്യ കാണിച്ച അബദ്ധമാണോ എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ടി20 ലോകകപ്പിൽ ഇതുവരെ നടന്നിട്ടുള്ള മത്സരങ്ങളെടുത്താൽ ഐ.പി.എല്ലിലേതുപോലെ റണ്ണൊഴുകുന്ന പിച്ചുകളല്ല ലോകകപ്പിൽ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് കാണാൻ കഴിയും. വളരെ സ്ലോയായ, അതോടൊപ്പം ടേണും ബൗൺസുമുള്ള ബാറ്റിംഗ് അതീവ ദുഷ്കരമായ പിച്ചുകളാണ് ലോകകപ്പിലുള്ളത്. ഇത് തീർച്ചയായും ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. കാരണം ഈ തരത്തിലുള്ള സ്ലോ ടേണിംഗ് പിച്ചുകളിൽ കളിക്കാൻ മിടുക്കനാണ് കെ.എൽ. രാഹുൽ. ഇവിടെ എങ്ങനെ സ്കോർ ചെയ്യണമെന്ന് വളരെ നന്നായി അറിയാവുന്ന താരം കൂടിയായിരുന്നു അദ്ദേഹം. കൂടാതെ വളരെ മികച്ച ബാറ്റിംഗ് ടെക്നിക്കും രാഹുലിന് കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോകകപ്പിലെ കടുപ്പമേറിയ പിച്ചുകളിൽ ഇന്ത്യക്ക് മുതൽക്കൂട്ടാകാവുന്ന ബാറ്ററായിരുന്നു രാഹുൽ.